പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മതനിന്ദ ആരോപിച്ച് മുസ്ലിം ജനക്കൂട്ടം ആക്രമിച്ച ക്രൈസ്തവൻ കൊല്ലപ്പെട്ടു. 72-കാരനായ നസീർ മസിഹാണ് മരണപ്പെട്ടത്. മെയ് 25-നായിരുന്നു അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. മുജാഹിദ് കോളനിയിലെ നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങളെയും ഈ ആക്രമണം ബാധിച്ചു. അവർ ഈ പ്രദേശം വിട്ടുപോകാൻ നിർബന്ധിതരായി. സംഭവവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് മുസ്ലിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. ജില്ലാ പോലീസ് ഓഫീസർ അസാദ് ഇജാസ് മൽഹി പറയുന്നതനുസരിച്ച് നസീർ മസിഹിൻ്റെ മൃതദേഹം കനത്ത സുരക്ഷയിൽ സംസ്കരിച്ചു. ആക്രമണത്തിന് ശേഷം ക്രിസ്ത്യൻ പട്ടണങ്ങൾക്കും പള്ളികൾക്കും ചുറ്റും പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഖുറാനിൻ്റെ പേജുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാരോപിച്ചായിരുന്നു മസിഹിന് നേരെ മുസ്ലിം അയൽക്കാരിൽ ഒരാൾ ആക്രമണത്തിന് തുടക്കമിട്ടത്. പിന്നീട് 2000-ഓളം ആളുകൾ മസിഹിൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. ജനക്കൂട്ടം ഇലക്ട്രിക് മീറ്ററുകളും ഔട്ട്ഡോർ എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകളും നശിപ്പിക്കുകയും മസിഹിൻ്റെ വീടിനും ഷൂ സ്റ്റോറിനും തീയിട്ടു. ഒടുവിൽ മസിഹിനെ തെരുവിലിറക്കി കല്ലെറിയുകയും വടികൊണ്ടടിക്കുകയും ചെയ്തു. തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇൽബക് പാകിസ്ഥാൻ അംഗങ്ങളാണ് ആക്രമണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതെന്ന് പ്രാദേശിക ക്രൈസ്തവർ വെളിപ്പെടുത്തുന്നു.